ആരും എന്നെ നെഗറ്റീവ് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അതെന്താന്ന് എനിക്കറിയില്ല. അതായത് ഒരു ലേഡി താങ്കളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, ലേഡി ഒരു അമ്മച്ചി, ഒരു ശശികല എന്ന് പറയുന്നത്, 57 വയസ്സുണ്ടെന്ന് അവര് തന്നെ പറഞ്ഞു. അമ്മച്ചി അവരെ വിളിക്കാമെങ്കിൽ അവർക്ക് താങ്കളെ തള്ളച്ചിന്ന് എന്നെ തള്ളച്ചിന്ന് ആദ്യം വിളിച്ചോണ്ടാണ് ഞാൻ അവരെ അമ്മച്ചിന്ന് വിളിച്ചത്. ഓക്കെ, എന്നെ എന്തിനാണ് അവരും ഞാനും പേഴ്സണൽ ഒരു ബന്ധമില്ല, പിന്നെ എന്തിനാണ് അവർ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു, അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. രേണു, ഈ താങ്കൾ അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കളുടെ സ്വന്തം വീട്ടിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് വീട്ടിൽ 4 പേർക്ക് അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യില്ലേ? കമന്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. എന്നെ പിടിച്ച് ജയിലിലിടാൻ അവർക്കാരാ അഭിപ്രായമല്ലേ പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായമായിരുന്നു. ഞാനോടത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞോട്ടെ, വിഷയമല്ല. അപ്പൊ എന്തുകൊണ്ട് താങ്കൾ അവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്ര എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ കേസ് കൊടുത്ത 100 കൂട്ടം ജോലി ഉണ്ടെന്ന് തോന്നുന്നു പോലീസുകാർക്ക്. കൊടുത്തില്ലേ കേസ്? പിന്നെ രേണുവിന് കൊടുക്കാലോ. ആ ഹണി റോസിനെ പോലുള്ള ആളല്ലല്ലോ ഞാൻ. അവര് വലിയ നടിമാരാണ്. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. പക്ഷെ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും അതിലൊരു അഹങ്കാരം നെള്ളിക്കുന്നുള്ളൂ. എനിക്കറിയില്ല, ഞാൻ സാധാരണക്കാരി തന്നെ. ഞാൻ പഴയ രേണു, പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒരാളെ പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു സംസാരിക്കാൻ വേണ്ടി. കാരണം എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ, നന്നായിട്ട് കരയായിരുന്നു. ആരും കാണാതെയൊക്കെ കരയായിരുന്നു, അല്ലാതെയും കരയുമായിരുന്നു.